ഞാൻ അവളോട് നിന്നെ രക്ഷപ്പെടുത്തട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൾ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചിരിച്ചു. ആ കണ്ണുകൾ അടയുന്നത്, ചങ്കെടുപ്പ് നിലയ്ക്കുന്നത് ഞാൻ നോക്കി നിന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് സ്നേഹത്തിൻ്റെ അവസാനത്തെ അർത്ഥം മരണമാണെന്ന്. ശരിക്കും എന്താണ് സ്നേഹം? സ്നേഹത്തിന് മറ്റൊരു പേരു കൂടിയുണ്ട്. അത് മരണമല്ലാതെ മറ്റെന്ത് പേരിട്ട് വിളിക്കാനാണ്? നിനക്ക് ഞാനുണ്ട് എന്ന് പറയുമ്പോഴും ശരിക്കും സ്നേഹത്തെ മനസ്സിലാക്കാനോ ഒരു കൈക്കുമ്പിളിൽ ഒതുക്കുവാനോ കഴിയുകയില്ല. എല്ലാ അവസ്ഥയിലും ഒരുപോലെ സ്വഭാവം കാണിക്കാൻ കഴിയുന്നതും സ്നേഹത്തിന് തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം അത്ര എളുപ്പം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതും, ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടും കൈവിട്ട് പോകുന്നതും. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാകുന്നതും ചിന്തിക്കുന്നതും സ്നേഹം തന്നെയല്ലേ? കൂടുതൽ അനുഭവിക്കുകയും അറിയുകയും ചെയ്തിട്ടും എങ്ങും എവിടെയും എത്തിപ്പെടാത്തൊരു അവസ്ഥയിൽ മാറാറുണ്ട് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങൾ. സ്നേഹത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒരിക്കലും പഠിക്കാൻ കഴിയുകയില്ല, പക്ഷേ പ്രാവർത്തികമാക്കാൻ കഴിയും. മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും ജീവിതത്തെ മാറ്റിമറിക്കാനും തകർത്ത് തരിപ്പണമാക്കുവാനും അത്ര ശക്തിയും തീവ്രതയും ഉണ്ട് താനും സ്നേഹത്തിന്. അകലാൻ നോക്കുമ്പോൾ അടുക്കാൻ ശ്രമിക്കുന്നത്, അടുക്കാൻ ശ്രമിക്കുമ്പോൾ അകലാൻ നോക്കുന്നതുമായി തോന്നാറുണ്ടെങ്കിലും ശരിക്കും സ്നേഹം മനുഷ്യൻ്റെ ജീവനെ നിലനിർത്തുന്ന ഒരു പ്രത്യേക ഘടകം തന്നെയാണ്. ഒന്നും തിരിച്ചു കിട്ടുമെന്ന് കരുതി ആരെയും സ്നേഹിക്കാതിരിക്കുക. തിരിച്ചു കിട്ടുമെന്ന് കരുതി കൊടുക്കുന്നതെല്ലാം കടം കൊടുക്കലാണ്. അതിൽ ഒരിക്കലും സ്നേഹത്തിൻ്റെ അണു കാണത്തുമില്ല. അളന്നു കൊടുക്കാതെ അറിഞ്ഞു നൽകാം. ജീവിതം എന്നും എപ്പോഴും മനോഹരമാക്കി തീർക്കാം. പ്രകാശം പകരട്ടെ.